കാരണത്വാധികരണത്തിൽ കാരണത്വേന ച ആകാശാദിഷു യഥാ വ്യപതിഷ്ഠോക്തേഹേ, അതായത് ആകാശാദികൾക്ക് കാരണമായിരിക്കുന്നതെന്താണോ ആ കാര്യത്തിൽ ശ്രുതികളിൽ യാതൊരു വിധത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങളുമില്ല. ബ്രഹ്മത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായതെന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പല വിധത്തിലുള്ള ചർച്ചകളോടെ ഉണ്ടായി ഏതിൽ നിന്നാണ് ഉണ്ടായതെന്നുള്ളത്. സമാകർഷാത്. അടുത്തത് അസദ്വാ ഇതമഗ്ര ആസീത്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിനകത്ത് കണ്ടല്ലോ, അസന്നേവ സ സൗമ്യ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അസദ്വാ ഇതമഗ്ര ആസീത്. അസത്തിൽ നിന്നാണ്, അസത്താണ് അഗ്രേ ജഗതഃ പ്രാക്. ഈ ജഗത്ത് വ്യാകൃതമായ ജഗത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് അസത്താണ് ഉണ്ടായിരുന്നത് എന്ന് ശ്രുതിയുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അസത്ത് എന്ന് പറയുന്നത് ശൂന്യത്തിന് സമമായിട്ടുള്ള പദം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ശൂന്യത്വ പ്രസക്തി ഉണ്ടല്ലോ എന്ന്. പക്ഷെ അതല്ല ഇതിൻ്റെ അർത്ഥം. ശൂന്യത്തിൽ നിന്നുണ്ടായി എന്നുള്ള, ആദ്യം ഒന്നുമില്ലായിരുന്നു, പിന്നീട് ഇതെല്ലാം ഉണ്ടായി. അപ്പോൾ ആ ഒന്നുമില്ലായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഈ സമാകർഷാത്ത് എന്ന് പറയുന്ന സൂത്രത്തിലെ പ്രതിപാദ്യ വിഷയം. അതുകൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇതെല്ലാം ഉണ്ടായി വന്നു എന്നതല്ല ഇവിടുത്തെ അർത്ഥം. അസന്നേവ അസദ്വായുധമഗ്ര ആസീത് എന്നുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാരെ കൺഫ്യൂഷൻ ഉണ്ടാക്കി തെറ്റിച്ചു വിടുന്ന പ്രയോഗങ്ങളൊക്കെയാണിത് എന്നർത്ഥം. അതേമാതിരി ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി പ്രത്യേകിച്ച് എല്ലാവരെയും തെറ്റിച്ചു വിടുന്ന ഒന്നാണ് ഈ സാഖ്യന്മാരുടെ പ്രധാനവും മായ ഒന്നാണെന്നുള്ള തരത്തിലുള്ള വാദങ്ങൾ. അതായത് ഒരു കുട്ടുമുക്കാലും വേദാന്തികൾ പെട്ടുപോയിരിക്കുന്ന ഒന്നാണ് സാഖ്യന്മാരുടെ ത്രിഗുണാത്മികമാണ് പ്രധാനം. സാഖ്യന്മാരുടെ ത്രിഗുണവും പ്രധാനവും അവരെടുത്തിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് വേദാന്തത്തിൽ പറയുന്ന മായ, ത്രിഗുണാത്മിക മായ എന്ന് പറയുന്നത് ഒന്നാണ് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചു പോകുന്നു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഒന്നല്ല. വേദാന്തത്തിൽ പറയുന്ന മായയും സാഖ്യത്തിൽ പറയുന്ന പ്രധാനവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് ഈ ത്രിഗുണങ്ങളുടെ തന്നെ ഒരു പ്രശ്നമാണ് അവിടെ. അത് തന്നെ ചർച്ചയ്ക്ക് നമുക്ക് പിന്നീട് എടുക്കാം. ത്രിഗുണങ്ങൾ തന്നെ എന്താണ്, വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്ന ത്രിഗുണങ്ങളും സാഖ്യന്മാർ പറഞ്ഞിരിക്കുന്ന ത്രിഗുണങ്ങൾ രണ്ടും ഒന്നാണോ എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പം ചുരുക്കത്തിൽ സാഖ്യന്മാരുടെ പ്രധാനം അല്ലെങ്കിൽ പ്രകൃതി വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനവും പ്രകൃതിയും അല്ല. വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആൾക്കൂട്ടത്തിൻ്റെ കൂട്ടത്തിൽ കൂടി പോകും. എന്നിട്ട് സാഖ്യന്മാരുടെ പ്രധാനത്തെ നമ്മൾ ഇവിടെ കൊട്ടിഘോഷിച്ച് കൊണ്ട് നടക്കുകയും ചെയ്യും. എന്നിട്ട് ജഗത് കാരണം മൂലപ്രകൃതിയാണ്. മൂലപ്രകൃതി എന്ന് പറഞ്ഞാൽ സാഖ്യന്മാരുടെ പ്രധാനമാണ്. സാഖ്യന്മാർ പറഞ്ഞിരിക്കുന്ന പ്രധാനത്തെ എടുത്തുകൊണ്ട്, കാരണം സാഖ്യന്മാരുടെ പ്രധാനം സത്യമാണ്, അപ്പോൾ അതുകൊണ്ട് മൂലപ്രകൃതി സത്യമായിട്ട് തീരുന്നു. അങ്ങനെ സത്യമായ മൂലപ്രകൃതിയെ വെച്ചുകൊണ്ട് പ്രപഞ്ചമുണ്ടായി എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചു പോകും എന്നത്. അപ്പോൾ അത് ശരിയല്ല. ശരിയായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്നാണ് ജഗത്തുണ്ടായത്, മൂലപ്രകൃതിയിൽ നിന്നല്ല എന്ന് സാരം. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനത്തിൽ നിന്ന് പ്രപഞ്ചമുണ്ടായി എന്ന രീതിയിലുള്ള സാഖ്യവാദത്തെ വേദാന്തത്തിൻ്റെ ഈ പ്രധാനവാദത്തിൽ പെട്ടുപോയിട്ടുള്ള ആൾക്കാർ മൂലപ്രകൃതിയാണ് ഉപാദാന കാരണം എന്ന് പറഞ്ഞു വെക്കും. പ്രകൃതിയാണ് ഉപാദാന കാരണം, നിമിത്ത കാരണമായിട്ട് പരബ്രഹ്മവും ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പം ഇത് സാധാരണ കണ്ടുവരുന്ന ഒന്നാണ്. നിമിത്ത കാരണം ബ്രഹ്മം യാതൊരുവിധ സംശയവുമില്ല, പക്ഷേ പ്രകൃതിയാണ് ഉപാദാന കാരണം, മൂലപ്രകൃതി. അതായത് അവ്യാകൃത രൂപത്തിൽ കിടക്കുന്നതാണ് ഉപാദാന കാരണം എന്ന രീതിയിൽ പറഞ്ഞു പോകും. ഉപാദാന കാരണവും നിമിത്ത കാരണവും, ഈ രണ്ട് കാരണമാണ് പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടുന്നത്. അതായത് ഘടസൃഷ്ടിക്ക് വേണ്ടിയിട്ട് കുലാലനും വേണം, മൃത്തും വേണം. മൃത്ത് ഘടത്തിനുള്ള ഉപാദാന കാരണവും, കുലാലൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ പോട്ടർ, ഘടമുണ്ടാക്കുന്ന ആൾ. കുലാലൻ നിമിത്ത കാരണവുമാണ്. അപ്പോൾ
സൃഷ്ടിക്ക് വേണ്ടുന്ന സാമഗ്രി വേണം, സൃഷ്ടാവും വേണം. ഇത് രണ്ടുമാണ് ഈ നിമിത്ത കാരണമെന്നും ഉപാദാന കാരണമെന്നും പറയുന്നത്. ഇവിടെ സൃഷ്ടിയായതും നീയെ, സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയെ, സൃഷ്ടാവായതും നീയെ എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഈ സൃഷ്ടാവും സൃഷ്ടിക്കപ്പെട്ട ജഗത്തും രണ്ടാണ് എന്ന തരത്തിലാണ് സാധാരണഗതിയിൽ വ്യാഖ്യാനിച്ചു പോകുന്നത്. അതായത് മൂലപ്രകൃതി എന്ന് വിളിക്കുന്ന ഈ മായയാണ് ജഗത് സൃഷ്ടിക്ക് കാരണമായത്. ബ്രഹ്മം അവിടെ സൃഷ്ടാവായിട്ട് മാറി നിൽക്കുന്നു, സാന്നിധ്യമാത്രേണ എന്ന രീതിയിൽ. അപ്പോൾ ഇതിനകത്തുനിന്ന് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂലപ്രകൃതി സത്യമായിട്ട്, അതായത് പ്രധാനവാദികളെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രധാനമായിട്ട് സാങ്കന്മാർ എന്തിനെ പറഞ്ഞുവോ ആ അസ്തിത്വം, ആ സത്യത്വം, പ്രധാനത്തിന് കൊടുത്തിരിക്കുന്ന അസ്തിത്വവും സത്യത്വം ഇത് മൂലപ്രകൃതിക്ക് കൊടുത്തിട്ട് ആ മൂലപ്രകൃതിയാണ് ഉപാദാന കാരണം എന്ന് പറഞ്ഞു പോകുന്നു. ഇഷ്ടം പോലെ പറഞ്ഞു പോകുന്നു. പക്ഷെ ബ്രഹ്മസൂത്രത്തിൽ അല്ലെങ്കിൽ ഉപനിഷത്തിലൊക്കെ എന്ന് പറയുന്ന സമർത്ഥിച്ചു വെച്ചിരിക്കുന്നത് ബ്രഹ്മം തന്നെയാണ് ഉപാദാന കാരണം, മറ്റൊന്നല്ല. അതുപോലെ ബ്രഹ്മം തന്നെയാണ് നിമിത്ത കാരണം, മറ്റൊന്നല്ല എന്ന്. അപ്പം ജഗത് സൃഷ്ടിക്ക് ഇവിടെ മൂലപ്രകൃതിയെ കൊണ്ടുവരേണ്ട കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. ജഗത് സൃഷ്ടിക്ക് മൂലപ്രകൃതിയെ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഇവിടെ കാണുന്ന വ്യാകൃതം ജഗത്തുണ്ടല്ലോ, ഈ വ്യാകൃതം ജഗത്ത് എന്ന് പറയുന്നത് പരിണമിക്കപ്പെട്ട ജഗത്ത്. ഈ പരിണമിക്കപ്പെട്ട ജഗത്ത് എന്ന് പറയുന്നത് മാറ്റത്തിന് വിധേയമാക്കപ്പെട്ടത് എന്നർത്ഥമുള്ളൂ. മാറ്റത്തിന് വിധേയമാക്കപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ആകാശാത് വായു, വായോരഗ്നി, അഗ്നേരാപ, ഇതാണ് പരിണാമം. അഗ്നേരാപഹ അദ്ഭ്യ പൃഥിവി എന്നുള്ള രീതിയിൽ പരിണമിക്കപ്പെട്ടു. അപ്പോൾ ഇപ്രകാരം പരിണമിക്കപ്പെട്ട് പഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളുടെ സമാഹാര രൂപമായിട്ട് അവയുടെ വ്യത്യസ്ത നിരത്തിലുള്ള പ്രകടനങ്ങളായിട്ട് കാണപ്പെടുന്ന സ്ഥൂല രൂപ, ശബ്ദരൂപ, സ്പർശ ആദികളുടെ സംയോഗ രൂപത്തിലുള്ള, അതായത് വിഷയങ്ങളുടെ വിഷയാകാരമാണല്ലോ പ്രപഞ്ചം. വിഷയം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചമില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇവയുടെ ഇതെല്ലാം കൂടെ അഞ്ചും കൂടെ ഒന്നായിട്ടാണ് നമ്മുടെ മുന്നിൽ നമ്മൾ കാണപ്പെടുന്നതെങ്കിലും ഈ അഞ്ചും ഒന്നിനോട് ചേരത്തില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അവ അഞ്ചും വേറെ തന്നെയാണ്. എങ്കിൽ കൂടിയും ഒന്നിനോടൊന്ന് ചേരാത്തതായ അഞ്ചും കൂടെ ചേർന്നിട്ട് ഒന്നായി കാണപ്പെടുന്നു. ഇതിനെയാണ് മായ എന്ന് പറയുന്നത്. അതായത് രൂപം, രസം, ഗന്ധം, സ്പർശം, ഇത് ഏതിനോടാണ് ചേരുന്നത്? രൂപത്തോട് രസം ചേരുമോ? രൂപത്തോട് ഗന്ധം ചേരുമോ? രൂപമാണ്, അത്രയേ ഉള്ളൂ. അത് ചക്ഷുർ വിഷയമാണ്. ശബ്ദം അത് വേറെയാണ്, അത് ശ്രോത്രേന്ദ്രിയ വിഷയമാണ്. അപ്പോൾ ശ്രോത്രേന്ദ്രിയ വിഷയത്തിനോട് ശ്രോത്രേന്ദ്രിയ വിഷയത്തിനോട് ചക്ഷുരേന്ദ്രിയ വിഷയം ചേരത്തില്ല, ചക്ഷുരേന്ദ്രിയ വിഷയത്തിനോട് രസനേന്ദ്രിയ വിഷയം ചേരത്തില്ല. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിൽ ഓരോ വിഷയവും വ്യത്യസ്തമാണ്. ഈ അഞ്ചേന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ എന്ന് പറയുന്നത് പഞ്ചവിഷയങ്ങൾ. ഈ പഞ്ചവിഷയങ്ങളെന്ന് പറയുന്നത് ഒറ്റ വസ്തു എന്ന പോലെ നമ്മുടെ ജഗത്ത് എന്ന പേരിൽ പ്രതീതമാക്കപ്പെട്ടിരിക്കുന്നു. അപ്രകാരം പ്രതീതമാക്കപ്പെട്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് എന്ന് പറയുന്നു. ഇതിനാണ് വിചിത്രം എന്നൊക്കെ പറയുന്നത്, ഇതിനെയാണ് മായ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ നമ്മൾ ജഗത്ത് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് അഞ്ചാണ്. എങ്കിലും ഒന്നെന്ന് പറയുന്ന രീതിയിൽ കാണപ്പെടുന്നു. ഇതൊക്കെയാണ് മായ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ മായ? ഘടന പടീയസി, അതായത് യോജിക്കാത്തതിനെ യോജിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. സർവത്ര മായയാണെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. സർവത്ര മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നായിട്ട് കാണുന്നു എന്നുള്ളതും മായയാണ്. അപ്പോൾ ഇവിടെ ഈ സത്യമായ പ്രകൃതി, മൂലപ്രകൃതിയിൽ നിന്ന് ഈ ജഗത്തുണ്ടായി എന്നതല്ല ഇവിടുത്തെ വിഷയം. പകരം പരബ്രഹ്മമാണ് ജഗത്തായി. അതുപോലെ പരബ്രഹ്മമാണ് ജഗത്തിനുള്ള കാരണവുമായത്. ഇതിനെയാണ് നിമിത്ത കാരണവും ഉപാദാന കാരണവും ബ്രഹ്മം തന്നെ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വേദാന്തത്തിൽ കൂടെ കാണുന്ന ആ പ്രയോഗമുള്ളത്.
അഭിന്ന നിമിത്ത ഉപാദാന കാരണം ബ്രഹ്മ എന്നുള്ളത്. ജഗതഃ അഭിന്ന നിമിത്ത ഉപാദാന കാരണം ബ്രഹ്മ. അപ്പം നിമിത്ത കാരണം അഭിന്നം, ഉപാദാന കാരണം അഭിന്നം, രണ്ടും ബ്രഹ്മം തന്നെയാണെന്നുള്ളത്. അല്ലാതെ നിമിത്ത കാരണം ബ്രഹ്മവും അതായത് ഈശ്വരനായിക്കൊണ്ട് ഉപാദാന കാരണം പ്രകൃതി, അത് പ്രധാനവാദികളുടെയാണ് പറയുന്നത്. പ്രധാനവാദികളുടെ അവർ ഉപാദാന കാരണം പ്രധാനവും നിമിത്ത കാരണവും എന്ന് പറയുന്നതില്ല. നിമിത്ത കാരണം എന്ന് പറയുന്ന ഈശ്വരൻ അവർക്കില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് അത് പെട്ടുപോയത്. അപ്പോൾ അതുകൊണ്ടാണ് കാരണത്വേന ആകാശാദിഷു യഥാവ്യപതിഷ്ഠോക്തേഹേ എന്ന് പറയുന്നത്. അപ്പോൾ ആകാശാദികളുടെ കാരണം ബ്രഹ്മമാണ് എന്ന് തന്നെ ഗണിക്കണം. പിന്നെ ഇപ്പോൾ ഈ മായ എന്ന് പറയുന്നതിന് എന്താ ഇപ്പം പ്രസക്തി ഉള്ളത്? മായ എന്ന് പ്രസക്തി എന്ന് പറയുന്നത് ജഗതായിട്ട് ബ്രഹ്മം മാറി എന്ന് പറയുന്നത് ശരിയാണോ? അത് ശരിയല്ല. പക്ഷേ ബ്രഹ്മത്തെ അല്ലല്ലോ നമ്മൾ അറിയുന്നത്, ജഗത്തിനെയാണ് അറിയുന്നത്. അത് ശരിയാണോ? അത് ശരിയുമാണല്ലോ. അപ്പം ബ്രഹ്മം ജഗത്തായിട്ട് ഒന്നാം ബ്രഹ്മത്തെ അറിയുന്നില്ല, അതിനാൽ ബ്രഹ്മമാണ് ജഗത്തായി മാറിയത് എന്നറിയുന്നില്ല. രണ്ട്, മാറി എന്ന പ്രയോഗം ശരിയായിട്ട് നമുക്ക് തോന്നിയാൽ പോലും അത് ശരിയല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതിനെയാണ് പറയുന്നത് വിവർത്തം. ഇതിനെയാണ് വിവർത്തവാദം എന്ന് പറയുന്നത്. അപ്പം വിവർത്തവാദമാണ് ഇവിടെ ഉള്ളത്. അതായത് വിവർത്ത കാരണം ജഗതഃ വിവർത്ത കാരണം ബ്രഹ്മ. അപ്പോൾ ജഗത്തിൻ്റെ വിവർത്ത കാരണം ബ്രഹ്മമാണ് എന്ന്. അപ്പം അതുകൊണ്ട് ജഗത്തിൻ്റെ ഉത്പത്തി ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്, അല്ലാതെ മായയിൽ നിന്നല്ല. പിന്നെ മായ എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മത്തെ ജഗത്ത് ആയിട്ട് കാണിച്ചു എന്നതാണ് മായ എന്ന് പറഞ്ഞാൽ നാമരൂപ അയഥാർത്ഥമായ നാമരൂപങ്ങൾ ബ്രഹ്മത്തിലേക്ക് ചേർക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അയഥാർത്ഥമായ ഘടമെന്ന നാമവും ഘടമെന്ന രൂപവും യഥാർത്ഥമായ മൃത്തിലേക്ക് ചേർക്കപ്പെട്ടു എന്ന്. ഇപ്രകാരം ചേർക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് ചേർക്കപ്പെട്ടതോ യഥാർത്ഥമായ ചേർക്കപ്പെടലാണോ അയഥാർത്ഥമായ ചേർക്കപ്പെടലാണെന്നോ? യഥാർത്ഥമായ ചേർക്കപ്പെടലല്ല ഉണ്ടായത്, അയഥാർത്ഥമായ ചേർക്കപ്പെടൽ തന്നെയാണ്. അയഥാർത്ഥമായ ചേർക്കപ്പെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃത്തിന് ത്രികാലത്തിലും ഭേദമില്ലാതിരിക്കെ ആ മൃത്തിനെ ഘടാകാരമെന്നും ഘടശബ്ദമെന്നും ഉള്ള രീതിയിൽ വ്യവഹാരയോഗ്യമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്ന്. അതുകൊണ്ട് ഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദൃഷ്ടാവിനെ ഘടദൃഷ്ടാവ് എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണ രീതിയിൽ ജഗത് ഭോക്താവ് എന്ന് പറയുന്നത്, വിഷയഭോക്താവ് എന്ന് പറയുന്നത്. അപ്പം വിഷയഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഘടമുണ്ട്, ഘടത്തിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നതും മൃത്തിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഘടത്തിനുള്ള ഉപയോഗം ഘടം കൊണ്ട് തന്നെ സാധ്യമാകത്തുള്ളൂ, അത് മൃത്യു കൊണ്ട് സാധ്യമാകുന്നില്ല. അപ്പം അവ്യാകൃതം ആയിട്ടും വ്യാകൃതമായിട്ടും, വ്യാകൃതം എന്ന് പറയുന്നത് ഘടാകാരം ഘടമായിട്ട് വ്യാകൃതമായി, അതിൻ്റെ അവ്യാകൃതം എന്താണെന്ന്, അതിൻ്റെ ഘടമായിട്ട് വ്യാകൃതമാകുന്നതിന് മുമ്പ് ഇത് മൃത്തായിരുന്നു. അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് മൃത്തിനും ഘടത്തിനും ഇടയ്ക്ക് കയറിയിട്ട് ഘടത്തിൻ്റെ അവ്യാകൃതം ആയിട്ട് അവിടെ എന്തോ ഒന്നുണ്ടായിരുന്നു എന്ന രീതിയിൽ പറഞ്ഞാൽ, ഘടത്തിൻ്റെ അവ്യാകൃതമായിട്ട് മൃത്തിൽ അവിടെ എന്താ ഉണ്ടായിരുന്നത്? മൃത്തിന് ആ ഘടമായിട്ട് ഘടപ്രതീതി കാണിക്കാനുള്ള യോഗ്യതയുണ്ട് എന്ന്. ഇതേ ഉള്ളൂ, ആ യോഗ്യതയാണ് അവിടെ ഉള്ളത്, അല്ലാതെ മറ്റൊന്നല്ല. അല്ലാതെ നമ്മുടെ ഇപ്പോൾ കാണുന്ന ഈ ആകാരം, ഈ ഘടാകാരം അതിൻ്റെ സൂക്ഷ്മരൂപത്തിൽ മൃത്തിൽ ഉണ്ടായിരുന്നു, ഇത്തരത്തിലൊക്കെയാണ് വ്യാഖ്യാനിച്ചു പോകുന്നത്. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് വലിയ തോന്നത്തില്ല. പക്ഷേ ജഗത് അവ്യാകൃത രൂപത്തിൽ ബ്രഹ്മത്തിലുണ്ടായിരുന്നു എന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തോ ഒരു കുഴപ്പമൊന്നും തോന്നില്ല. അപ്പം ആ കുഴപ്പം തോന്നുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. അതാണ് ജഗത്ത് അവ്യാകൃത രൂപത്തിൽ
ബ്രഹ്മത്തിൽ നിലനിൽക്കുന്നു. വ്യാകൃതത്തിൽ നിന്നും പ്രകൃതി ലയിക്കുമ്പോൾ അവ്യാകൃത രൂപത്തിൽ ജഗത്ത് ബ്രഹ്മത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഘടമായി മൃത്ത് തീരുന്നതിന് മുമ്പ് ഈ ഘടം അവ്യാകൃതമായ രീതിയിൽ മൃത്തിൽ നിൽക്കുന്നു എന്നും, ഘടം അത് പൊട്ടിച്ചു കഴിയുമ്പോൾ വീണ്ടും ഈ ഘടം മൃത്തിലേക്ക് ലയിച്ചു ചേരുന്നു എന്ന് പറഞ്ഞാൽ എത്ര സത്യമായിട്ട് നമുക്ക് തോന്നുന്നു അത്ര സത്യം മാത്രമേ ഈ ജഗത്ത് അവ്യാകൃത രൂപത്തിൽ ബ്രഹ്മത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എടുക്കേണ്ടതുള്ളൂ എന്ന് സാരം. ഇത് നമ്മൾ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ എന്നും ഒരു പെർമനൻ്റ് ട്രാപ്പാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജഗത്ത് മുഴുവനും കൂടെ അവ്യാകൃതമായിട്ട് ബ്രഹ്മത്തിലുണ്ടായിരുന്നു എന്ന് പറയും. ഈ ജഗത്ത് വ്യാകൃതവും അവ്യാകൃതവും എന്ന് പറയുന്നത് ഈ ബീജവും വൃക്ഷവും പോലെ, അതായത് വൃക്ഷം വിട്ടാൽ ബീജം, ബീജം വിട്ടാൽ വൃക്ഷം, വൃക്ഷം വിട്ടാൽ ബീജം എന്ന് പറയുന്നത് പോലെ വ്യാകൃത ജഗത്തിൻ്റെ ബീജരൂപമായിട്ടൊരു അവ്യാകൃത ജഗത്ത്, അത് വീണ്ടും ജാവൃതമാകുന്നു, അത് വീണ്ടും അവ്യാകൃതമാകുന്നു. പിന്നെ ഇതുമായിട്ട് യാതൊരു സംബന്ധവുമില്ലാതെ ഭിന്നമായിട്ടൊരു ബ്രഹ്മം അവിടെ നിൽക്കുന്നു. ഇത് ശരിയല്ല എന്ന്. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മം തന്നെയാണ് ജഗത്തായത് എന്ന്. അപ്പം ബ്രഹ്മം ജഗത്തായി. ഇപ്പം ഡയറക്റ്റ് ജഗത്തായോ എന്നുള്ളതാണല്ലോ നമ്മുടെ സംശയം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ജഗത്തായോ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അഗ്നിയായോ, ഡയറക്റ്റ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് പ്രകടമായോ, അതോ ഒന്നിന് ശേഷം ഒന്നായ രീതിയിൽ പ്രകടമായോ? ഒന്നിന് ശേഷം ഒന്നായ രീതിയിൽ പ്രകടമായ രീതിയിലാണ് നമുക്ക് ഉപനിഷത്തിൽ കാണുന്നത്. ഒന്നിച്ച് പ്രകടമായിരുന്നെങ്കിൽ ആ തരത്തിലൊരു പ്രയോഗം ഉണ്ടാകുമായിരുന്നു. ഇതൊന്നിച്ചാണ് പ്രകടമായത്, അതല്ലാതെ ആകാശാദ്വായു വായോരഗ്നി ഇപ്രകാരം ഒന്നിനു ശേഷം ഒന്നെന്നുള്ളൊരു ക്രമം കാണിക്കേണ്ടതായിരുന്നു. പക്ഷേ അവിടെ ഒരു ക്രമം കാണിച്ചിട്ടുള്ളത് കാരണമാണ് ഈ മാതിരിയുള്ള സംശയങ്ങൾക്കൊക്കെ ഉണ്ടാവാൻ കാരണം. അപ്പം ക്രമം കാണിച്ചത് കാരണം ഒന്ന് പരിണമിച്ചു മറ്റൊന്നായി എന്ന രീതിയിൽ അവിടെ എടുത്ത് കാണിക്കുന്നത് കൊണ്ട് പരിണാമി കാരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനെ പെടുത്താം എന്നുള്ളത്. അപ്പം പരിണാമി കാരണമായിട്ട് അവിടെ പരിണമിച്ചു, ഒന്നിൽ നിന്നും മറ്റൊന്നിട്ട് പരിണമിച്ചു എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പരിണമിച്ചത് ബീജം പരിണമിച്ച് വൃക്ഷമായി എന്ന അറിവ് വെച്ചുകൊണ്ട് ബീജാവസ്ഥയിൽ കിടന്ന ജഗത്ത് പരിണമിച്ച് ഈ തരത്തിലായി എന്ന് പറഞ്ഞാൽ ബ്രഹ്മഭിന്നമായിട്ടുള്ള ഒരു ബീജത്തിൽ നിന്ന് പ്രപഞ്ചമുണ്ടായി എന്ന് പറയേണ്ടി വരും. പക്ഷെ അങ്ങനെയല്ല. ബ്രഹ്മം തന്നെയാണ് ബീജാവസ്ഥയിലുണ്ടായിരുന്നത്, ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചാവസ്ഥയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീജം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഈ ഇപ്പം പൃഥിവി വ്യാകൃതമാകുന്നതിന് മുമ്പ് പൃഥിവി എന്തായിരുന്നു? പൃഥിവി അവ്യാകൃതമായിട്ട് ജലത്തിലുണ്ടായിരുന്നു. ഇനി അവ്യാകൃതമായിട്ടുള്ള ജലമുണ്ടാകുന്നതിന് മുമ്പ് അവ്യാകൃതം എന്നാണല്ലോ പറയുന്നത്. അതിപ്പോൾ എവിടെ ഉണ്ടായിരുന്നു? അത് അഗ്നിയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ തരത്തിലാണ് പരിണമിക്കൽ എന്ന് പറഞ്ഞാൽ, അല്ലാതെ മറ്റൊരു തരത്തിലുള്ള അവ്യാകൃതങ്ങളെന്ന് നമുക്ക് എടുത്തു പറയാൻ സാധ്യമല്ല. അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെയോ ഒരു പ്രശ്നം കിടപ്പുണ്ട്, ഈ വ്യാകൃതമൊന്നും അവ്യാകൃതവും. പക്ഷേ എളുപ്പമാണ്, നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി. ഒരു ഈശ്വരനുണ്ട്, പിന്നെ ഒരു മായയുണ്ട്, മായയിൽ നിന്നാണ് ഈ സൃഷ്ടിയെല്ലാം ഉണ്ടായത്, ഈശ്വരനൊരു സംബന്ധവുമില്ല എന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിക്കും ഒരു തൃപ്തി ഉണ്ടാകും. അത് വിട്ടിട്ട് പോവുകയും ചെയ്യും, വിചാരം വിട്ടിട്ട് പോവുകയും ചെയ്യും. പിന്നെ മായാം തു പ്രകൃതിയും വിദ്യാത് മായിനം ദോഹേശ്വരം, ഇതെല്ലാം വിട്ടിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഈ തരത്തിൽ നമ്മളെ ബുദ്ധി പോകും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അതായത് ഈ മൃത്തും ഘടവും തമ്മിലുള്ള സംബന്ധം പോലെ മാത്രമാണ് ജഗത്തും ബ്രഹ്മവും തമ്മിലുള്ള സംബന്ധം എന്നത് ഒന്നത്. അല്ലാത്ത പക്ഷം നമുക്കിങ്ങനെയും എടുക്കാം. അതായത് ഈ സർപ്പവും രജ്ജുവും പോലെയുള്ള സംബന്ധം എങ്ങനെ എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറയുന്നത് ഈ ഘടപ്രതീതിയുണ്ട്.
ഘടവസ്തു എന്ന് പറയുന്നത് മൃത്ത് അല്ലാതെ അവിടെ മൃത് ഭിന്നം ഘടവസ്തു ഇല്ല എന്ന്. ഘടമെന്ന് പറയുന്ന രീതിയിലൊരു സാധനം ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതേമാതിരിയാണ് ജഗത്തിൻ്റെ കാര്യത്തിൽ. ഇവിടെ ജഗത്തെന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, പിന്നുള്ളത് ബ്രഹ്മം മാത്രമാണ്. ഘടമെന്ന് പറയുന്നത് ഇല്ല, മൃത്ത് മാത്രമാണ് എന്ന വാദത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ജഗത്തില്ല ബ്രഹ്മമാണ് എന്ന് പറയുന്നത്. പക്ഷേ നാമരൂപം എന്ന് പറയുന്ന രീതിയിൽ ഘടാകാരം, ഘടനാമം, ഇത് രണ്ടും നമുക്കുണ്ട്. അതിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ജഗത്തുണ്ട്, ജഗതാകാരം എന്നൊക്കെയുള്ള രീതിയിൽ പറയുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ വിവർത്തവാദം എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കണം എന്ന്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇത് നമ്മൾ വിവർത്തവാദത്തെ നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ മൂലപ്രകൃതിയാണ് സൃഷ്ടിക്ക് കാരണം എന്നുള്ള രീതിയിൽ ബ്രഹ്മം അതിനകത്ത് സാക്ഷി രൂപത്തിൽ മാത്രം നിന്നു എന്ന രീതിയിൽ വേറിട്ട് നിൽക്കുന്നവനായിട്ടും ഈ ജഗത്തിൽ നിന്ന് ഭിന്നമായിട്ട് നിൽക്കുന്ന എന്നുള്ള രീതിയിൽ നമ്മളൊരു ബുദ്ധിക്ക് സ്വീകരിക്കുന്ന വിധത്തിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെക്കും. അങ്ങനത്തെ ബുദ്ധിക്ക് സ്വീകരിക്കുന്ന വിധത്തിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചാൽ ഉള്ള പ്രശ്നം ഇതാണ്. വിവർത്തം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാവാതെ പോകുമെന്ന് സാരം. വിവർത്തം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ബുദ്ധിയുടെ ഈ സെറ്റപ്പ് നമ്മൾ തള്ളിക്കളയണം. അപ്പോൾ അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് സ്വീകരിക്കണം. ഈ ശ്രുതിവാക്യത്തിലെ ഈ പൂർവാപര ബന്ധങ്ങൾ നമ്മൾ കാണണം. അതിനാണ് എങ്ങനെയാണ് പൂർവാപര ബന്ധം ഇവിടെ കാണേണ്ടത്? സമാകർഷിക്കണം, സമാകർഷിച്ച് കൊണ്ടുവരണം. എവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുവരണം? അപ്പോൾ ഈ വാക്യം നോക്കിക്കേ. അസദ്വായുധമഗ്രാസീത്, അസത്തായിരുന്നു ഇതം അഗ്രേ ആസീത്. അസത്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ സത്തായിട്ട് ഇവിടെ പറയുന്ന ജഗത്തിനെയാണ്. അപ്പോൾ ഈ ജഗത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ അസത്തായിരുന്നു. ഈ നാസതീയ സൂക്തമൊക്കെ എടുത്തുകൊണ്ട് അസത്ത് ആണ് പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് സദ്രൂപമായ ജഗത്തുണ്ടായത്. അപ്പോൾ നമ്മൾ സത്ത് എന്ന് പറയുമ്പോൾ ചില സന്ദർഭത്തിൽ ബ്രഹ്മമാവും, ചില സമയത്ത് ജഗത്ത് നാമരൂപങ്ങളായിട്ട് വ്യാകൃതമാക്കപ്പെട്ടതിനെ സത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ അസത്വായുധമഗ്ര ആസീത് എന്ന് പറഞ്ഞാൽ ഈ ജഗത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് അസത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്ന ശ്രുതിവാക്യമുണ്ടല്ലോ. അപ്പോൾ ഈ ശ്രുതിവാക്യത്തിലെ അസത്താണ് ഞങ്ങൾ പറയുന്ന മൂലപ്രകൃതി, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പ്രധാനം എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് വരാം. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിണമിച്ചിട്ടാണ് ജഗത്തുണ്ടായത്. ഈ തരത്തിലാണ് പ്രയോഗം. അത് പരിണമിച്ചിട്ടാണ് ജഗത്തുണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെയുള്ളൂ. ആകാശാത് വായു വായോരഗ്നി എന്ന് പറഞ്ഞതുപോലെ എടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഇതിനകത്തുനിന്ന് മറ്റൊരർത്ഥത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസത്തെന്ന പ്രയോഗം അവിടെ ഇതിന് നമുക്ക് ഈ സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്കും, സ്ഥൂലത്തിൽ നിന്ന് തിരിച്ച് സൂക്ഷ്മത്തിലേക്കും പോവുക, അല്ലെങ്കിൽ കാരണത്തിൽ നിന്ന് കാര്യത്തിലേക്കും, കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്കും പോകുന്ന തരത്തിലുള്ള ഒരു പ്രതീതിയാണ് അവിടെ കാണിക്കുന്നത് എന്നർത്ഥമുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മൾ ബാക്കിയുടെ അർത്ഥം കാണാം. അസദ്വായുധമഗ്ര ആസീത് എന്ന വാക്യം നിരാത്മകമായ ശൂന്യവസ്തുവിനെ ബോധിപ്പിക്കുന്നില്ല എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം. അസന്നേവസ ഭവതി അസദ് ബ്രഹ്മേതി വേദ ചേത് അസ്തി ബ്രഹ്മേതി ചേദ്വേദാസന്തമേനം തതോ വിദുരിതി. ബ്രഹ്മമില്ലെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അവനില്ലാത്തവനെന്നും, ബ്രഹ്മമുണ്ടെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അവൻ സദ്രൂപനെന്നും അറിയുന്നു. ഇത് തൈത്തിരീയ ഉപനിഷത്തിലുള്ള മന്ത്രമാണ്. അസന്നേവസ ഭവതി അസദ് ബ്രഹ്മേതി വേദ ചേത് അസദ് ബ്രഹ്മ ഇതി. ബ്രഹ്മമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസദ്വായുധമഗ്ര ആസീത് എന്ന് പറഞ്ഞതിനപ്പം നിങ്ങൾ സമാധാനം പറഞ്ഞില്ലല്ലോ. അതിൻ്റെ സമാധാനം എന്താണുള്ളത്? അതിൻ്റെ സമാധാനമാണ് അസത്തെന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുക അല്ല എന്ന് സാരം അവിടെ ഒന്ന്. അപ്പോൾ ശൂന്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ ജഗത്തിൻ്റെ ബീജമാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് പറയേണ്ടി വരുമല്ലോ. ജഗത്തിൻ്റെ ബീജം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്? തത് സദാസീത് എന്നാണ് അവിടെ കിടക്കുന്ന പ്രയോഗം. തത്ത് സദാസീത്. അപ്പം തത്ത് എന്നവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം അസന്നേവ സഭവതി എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ കിടക്കുന്ന പ്രയോഗമാണ് തത്ത് സദാസീത്. അത് സത്തായിരുന്നു എന്നുള്ള പ്രയോഗമുണ്ട്. അപ്പോൾ അത് നമ്മൾ വിട്ടുകളയരുത്.
തത് സദാസീത് എന്നത് അതാണ് സമാകർഷിച്ചു കൊണ്ടുവരേണ്ട വാക്യം. നമ്മൾ അസന്നേവ സഭവതി എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് അസന്നേവ സഭവതി എന്ന് പറഞ്ഞ രീതിയിൽ അങ്ങ് എടുത്തു പോകരുത്. തത് സദാസീത്, അത് സത്തായിരുന്നു എന്ന്. അപ്പോൾ അവിടെ ഈ തത്ത് എന്ന പ്രയോഗം ബ്രഹ്മത്തിനെക്കുറിച്ച് പറയുന്നു, ജഗത്തിനെക്കുറിച്ച് പറയുന്നു. തത്ത് എന്നവിടെ പറഞ്ഞിരിക്കുന്നത് സമാകർഷാത് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സൂത്രപ്രകാരം നമ്മൾ സത്തിനെ ജഗത്ത് ആണ് അവിടെ സമാകർഷിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജഗത്താണ് അവിടെ സത്തായിട്ട് ഉണ്ടായിരുന്നു എന്ന്. തത് സദാസീത്, അത് അസത്ത് എന്ന മട്ടിലിരുന്ന് സദ്രൂപമായി ഭവിച്ചു എന്ന്. തത് സദാസീത്, അപ്പം അസത്ത് എന്ന മട്ടിലിരുന്നത് തത് ആസീത് എന്ന്. അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണപ്പെടുന്ന ജഗത്ത് അസത്തെന്ന രീതിയിൽ അവിടെ ഇരുന്നു എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. അതായത് ഘടസൃഷ്ടാവ് ഘടം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഘടം കിട്ടി. ഇങ്ങനെയാണല്ലോ നമ്മുടെ പ്രയോഗം. അങ്ങനെ വരുമ്പോൾ ഈ ഘടമുണ്ടാകുന്നതിന് മുമ്പ് ഘടം എന്തായിരുന്നു? ഘടം എവിടെയായിരുന്നു? ഘടം ബീജരൂപത്തിൽ മൃത്തിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം സത്യമുണ്ടോ അത്രയും സത്യമേ ഈ വാക്യത്തിന് ജഗത്തിൻ്റെ ബീജരൂപത്തിന് അവ്യാകൃതത്തിനൊക്കെ കൊടുക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ഇത് സത്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസത്ത് എന്ന് പറഞ്ഞ് ശൂന്യം അല്ലായിരുന്നു എന്നേ അർത്ഥം എടുക്കേണ്ടതുള്ളൂ. അതായത് ഈ ജഗത്ത്, അതായത് ഈ ഘടം ഇപ്പോൾ ഒരു നാമരൂപങ്ങൾ അതിന് കൊടുത്തു എന്നതുകൊണ്ട്, മൃത്തിന് ഒരു നാമരൂപം കൊടുത്തു എന്നതുകൊണ്ട് അത് ഘടമെന്ന രീതിയിൽ വന്നു എന്ന് മാത്രമേ അർത്ഥമെടുക്കേണ്ടതുള്ളൂ. മറ്റൊരു നാമരൂപങ്ങൾ കൊടുത്തിരുന്നു എങ്കിൽ, ഇപ്പം കൂജ, മറ്റൊരു നാമരൂപം കൊടുത്തിരുന്നെങ്കിൽ അത് കൂജയാകുമായിരുന്നു. ഇനി അതല്ല, ഇനി ഒരാളുടെ പ്രതിമയാണെന്നുണ്ടെങ്കിൽ ദേവദത്തൻ എൻ്റെ ആകാരം ഈ മൃത്തിന് കൊടുത്തു, അപ്പോൾ നമ്മളിതിനെ പ്രതിമ എന്ന രീതിയിൽ കാണുന്നു എന്നത്. അപ്പോൾ അങ്ങനെ എത്രത്തോളം രൂപങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നുള്ള, എത്രത്തോളം രൂപങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തമാണ്. രൂപസാധ്യത അനന്തമാണ്. മണ്ണ് സ്വല്പമേ ഉള്ളൂ, പക്ഷേ ആ മണ്ണിലുള്ള രൂപസാധ്യത എത്ര രൂപങ്ങൾ വേണമെങ്കിലും കൽപ്പിക്കാം, എത്ര നാമങ്ങൾ വേണമെങ്കിലും കൽപ്പിക്കാം എന്നർത്ഥം. അപ്പം ഇതാണ് ഇതിൻ്റെ അനന്തത്വം എന്ന് പറയുന്നത്. അപ്പോൾ ആ അനന്തത്വം ഇതിന് സാധ്യമാകുന്നത് കൽപ്പിതമാകയാൽ മാത്രമാണ് എന്ന്. ആ കൽപ്പിതമല്ല, സത്യമായിരുന്നു എന്നെങ്കിൽ ഈ അനന്തത്വം ഇവിടെ സാധ്യമല്ലാതെയും പോകുമായിരുന്നു. ഒരു നാമരൂപം സത്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത നാമരൂപത്തിന് പ്രസക്തിയില്ലാത്തത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് കൽപ്പിതമാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നു. അതായത് പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം തന്നെ കൽപ്പിതമാണ്, ബ്രഹ്മഭിന്നമല്ലാത്തതാണ് എന്ന് ബോധിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് അന്വേഷിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് ഈ വ്യവഹാരം എന്താണെന്നുള്ളത് കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കുന്നത്. അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്തം കേൾക്കുമ്പോൾ അത് ശരി, ബാക്കിയുള്ള സമയത്ത് മുഴുവനും ഞാനും എൻ്റെ ലോകവും ശരി എന്നുള്ള രീതി. എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ എൻ്റെ ആൾക്കാർ, എൻ്റെ സ്വജനങ്ങൾ, എൻ്റെ കയ്യിലിരിക്കുന്ന ബാങ്ക് ബാലൻസും അതുപോലെ പെട്ടിക്കിടക്കുന്ന തുണികളും ഇതൊക്കെ സത്യം എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാണൻ കളയുന്ന സാധനങ്ങളാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ പറഞ്ഞതിന് പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്ന രീതിയിലേക്ക് തന്നെ അത് എത്തിക്കും. അതെൻ്റെ എല്ലാം ഈ സത്യത്വം കൊടുത്തുകൊണ്ട് എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ഈ ആത്മവിചാരം തുടങ്ങുന്ന സന്ദർഭത്തിൽ ഒരു സാധകനായി കഴിയും. അതായത് സാധകനായി കഴിയുമ്പോൾ മഹാപ്രസ്ഥാനം ആരംഭിച്ചു എന്നുള്ളത്. പിന്നീടെന്ന് പറയുന്നത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. മഹാപ്രസ്ഥാനത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, അപ്പം പാണ്ഡവരുടെ മഹാപ്രസ്ഥാനം ഉണ്ടല്ലോ, അപ്പം ആ മഹാപ്രസ്ഥാനത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പോകുന്നതെല്ലാം അവിടെ തന്നെ ഇട്ടിട്ട് പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെയാണ് മഹാപ്രസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ ആധ്യാത്മികതയുടെ സാധന തലത്തിലേക്ക് കടന്നാൽ, ഇതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അമ്പലത്തിലേക്ക് പോകുന്നവരും
വഴിപാട് ചെയ്യുന്നവരും ഒക്കെ ആധ്യാത്മികത തന്നെയാണ്. പക്ഷേ സാധനയുടെ തലത്തിലേക്ക് കടന്നു എന്ന് പറയാൻ പറ്റില്ല. സാധനയുടെ തലത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ മഹാപ്രസ്ഥാനം ആരംഭിച്ചു. പിന്നെ ബ്രഹ്മത്തിൽ പോയി അല്ലാതെ മറ്റിടത്ത് പോയി നിൽക്കുന്നില്ല. ബ്രഹ്മത്തിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ മോക്ഷത്തിൽ പോയി നിൽക്കുക. മോക്ഷത്തിൽ പോയി നിൽക്കല്ലാതെ മറ്റിടത്ത് നിൽക്കുന്നില്ല. മറ്റിടത്ത് നിൽക്കുന്നതല്ലാത്ത വരുമ്പോൾ ആ സമയത്ത് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുമ്പോൾ കൂടെ വരുവാൻ യോഗ്യമല്ലാത്ത എല്ലാം വീണ് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. നമ്മളിന്ന് വീണ് പോയിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന അർത്ഥം. അല്ലാതെ അതിൻ്റെ നാശം എന്ന് പറയുന്ന ഒന്നില്ല. അപ്പോൾ ഒരു ഘടം നശിച്ചു, ഒരു ഘടനാമം നശിച്ചു, ഒരു ഘടരൂപം നശിച്ചു എന്ന ദ്രഷ്ടാവിനാണുള്ളത്. അത് ഘടത്തിനുമില്ല. ഈ ഘടമായിട്ട് എന്താണോ തീർന്നത് മൃത്ത് അതിനുമില്ല. അപ്പോൾ ഉടനെ നമ്മൾ പറയും അതിന് ബോധമില്ലാത്തത് കൊണ്ടാണല്ലോ. ഇനിയും ബോധമുള്ള സർപ്പത്തിൻ്റെ രജ്ജു സർപ്പം എടുത്ത്, സർപ്പത്തിന് ബോധമുണ്ടല്ലോ. രജ്ജു സർപ്പത്തിലെ സർപ്പത്തിന് നമ്മുടെ ദൃഷ്ടിയിൽ ബോധമുണ്ടല്ലോ. അതുകൊണ്ട് അത് അവിടെയും ആ ബോധം എന്ന് പറയുന്നത് നമ്മുടെ ദൃഷ്ടിയിലേ ഉള്ളൂ, അതിന് ബോധമില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ മഹാപ്രസ്ഥാനത്തിൽ തുടങ്ങി വച്ചിരിക്കുന്ന ഒരാൾക്ക് ദൂഷണമല്ല, ഭൂഷണമാണ് എന്ന്. അത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അത് അതിൻ്റേതായിട്ടുള്ള ഓരോന്നും അതിൻ്റേതായിട്ടുള്ള ധർമ്മം നിർവഹിച്ച് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ സന്യാസത്തിലേക്ക് പോകുന്നില്ല, ആധ്യാത്മിക കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എങ്കിൽ കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ജനിച്ചപ്പം തൊട്ട് ഉണ്ടായിരുന്ന നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ആൾക്കാർ അവരൊക്കെ ഇപ്പം ഈ ഓരോരോ കാലത്ത് അവർ കൂടുന്നു, ഓരോരോ കാലത്ത് അവർ വിട്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര പേരാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നിൽ കൂടെ കണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒപ്പം നടന്നവർ, നമ്മളെ എടുത്തുകൊണ്ട് നടന്നവർ തൊട്ടുള്ളവർ അങ്ങനെ കൂടെ കുറച്ചു കാലം നിൽക്കുന്നു. അതിനുശേഷം ചിലപ്പം ദേശാന്തരത്തിലേക്ക് മാറുന്നു. അതിനുശേഷം പിന്നെ അവരുടെ രൂപമാറ്റം തന്നെ സംഭവിക്കുന്നു. രൂപമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രൂപം ഇതായി അവർ ശരീരത്യാഗം തന്നെ ചെയ്തു പോകുന്നു. ഇതിനെയൊക്കെ പലതും സംഭവിക്കുന്നു. എത്ര പേരെന്ന് അതിനകത്ത് ഈ നമ്മൾ സ്വജനങ്ങളുടെ നഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്ന 1-2 ആൾക്കാർ അവരെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നടക്കുന്ന 1-2 ആൾക്കാരുടെ കാര്യത്തിലാണ്. പക്ഷേ 1-2 ഇല്ല, ഒരാളുടെ കാര്യത്തിലായിരിക്കും മിക്കവാറും എല്ലാവരുടെയും പ്രശ്നം കിടക്കുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ജനിച്ചപ്പം തൊട്ട് നമ്മുടെ കൂടെ നമ്മൾ അന്നൊക്കെ ഓരോരുത്തരും പ്രധാനപ്പെട്ടവരായിരുന്നു. അന്ന് നമ്മുടെ ഒപ്പം നടക്കുന്ന സ്കൂളിലേക്ക് പോയിട്ട് കൂട്ടുകൂടി പോകാൻ വരുന്നവരും പിന്നെ തിരിച്ചു വരുമ്പോഴും ഉണ്ടാകുന്ന അവർ ഓരോരുത്തരും അതേമാതിരി വീട്ടിനകത്തുണ്ടായിരുന്ന എടുത്തുകൊണ്ട് നടന്ന ആൾക്കാരും ഒക്കെ എന്ന് പറയുന്നത് അവരൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്നാണ്. അവരൊക്കെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളത്. അത് നമുക്ക് പ്രശ്നമില്ലയോ? പ്രശ്നമുണ്ട്. പക്ഷേ പോയതുകൊണ്ട് പോയി എന്നുള്ളതല്ലാണ്ട് നമ്മൾ പിന്നെയും തുടരുന്നു എന്നുള്ളത്. ഇതാണ് എല്ലാവരുടെയും ജീവിതത്തിൽ. അതേമാതിരി എന്തെല്ലാം വസ്തുക്കൾ എത്ര സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നു, ഉപയോഗിക്കുന്നു, പോകുന്നു, വാങ്ങിക്കുന്നു, ഉപയോഗിക്കാതെ തന്നെ പോകുന്നു. പിന്നെ നമ്മൾ വാങ്ങിക്കാതെ തന്നെ ചിലത് ഉപയോഗിക്കുന്നു, പോകുന്നു. ഇങ്ങനെ ഇപ്പം ദ്രവ്യങ്ങളാണെങ്കിലും വ്യക്തികളാണെങ്കിലും ഇനിയും ചിന്തകളാണെങ്കിലും ഇതിങ്ങനെ വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാണ് യാത്ര എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു തുടങ്ങി വെച്ചൊരു യാത്രയുണ്ട്. ഈ യാത്ര തുടങ്ങിയത് എവിടെ നിന്നോ, ഇതിനൊരു അന്ത്യം എവിടെ ചെന്നോ എന്ന് ചോദിക്കുന്നത് മാതിരി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിനിപ്പോൾ നമ്മൾ വേദാന്തിയൊന്നും ആണോന്നില്ല. വെറുതെ ഒന്ന് ചിന്തിച്ചാൽ പോലും നമ്മളിങ്ങനെ കാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ ദേശത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഓരോന്നും നമ്മളോട് കൂടിച്ചേരുന്നു. പിന്നെ ഓരോന്നും നമ്മളിൽ നിന്ന് കൂടി അഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് അഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. കൂടിച്ചേർന്നു എന്നുള്ളത് കൊണ്ടാണ് അത് അഴിഞ്ഞു പോകുന്നത്. അതതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ചേർക്കപ്പെട്ടത് അഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പോയി നമ്മൾ എവിടെ പോകണമെന്നറിയാതെ അങ്ങനെ പോയി പോകുന്നതാണ് വ്യാവഹാരിക ജീവിതത്തിലെ ലൗകികൻ്റെ ഗതി എന്ന് പറയുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അന്ത്യം വരെ, മരണം വരെയും ലക്ഷ്യം എന്ന് പറയുന്നത് വ്യക്തമാവാതെ ഒന്നിനോട് പോയി കൂടിച്ചേരുക എന്ന് പറയുന്നത് ലക്ഷ്യവും അവിടെ നിന്ന് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ
ഒന്നുകിൽ ഈ കഴിഞ്ഞു പോയതിനോട് തന്നെ വീണ്ടും കൂടിച്ചേരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മറ്റൊന്നിലോട്ട് പോയി കൂടിച്ചേരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ജീവിത ചക്രത്തിലൂടെ കടന്നു പോകുന്നവനാണ് വ്യവഹാരി സംസാരി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമായ ദിശാബോധമുണ്ടെങ്കിൽ മോക്ഷത്തെ ലക്ഷ്യമാക്കി, വിവേകം കൊണ്ട് മോക്ഷത്തെ ലക്ഷ്യമാക്കി, ബ്രഹ്മപ്രാപ്തി, ജ്ഞാനപ്രാപ്തി, മോക്ഷപ്രാപ്തി ഇതിനെയൊക്കെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവിടെ യോഗധാരണം ചെയ്ത വ്യക്തിയാകുന്നു. ആ വ്യക്തിയാണ് യോഗധാരണം ചെയ്ത വ്യക്തി എന്ന് പറയുന്നത്. അല്ലാതെ ചമ്രം പടഞ്ഞിരുന്ന് മൂക്കും പിടിച്ചിരുന്ന് കഴിഞ്ഞിട്ട് യോഗധാരണം ചെയ്തു. ഇനിയിപ്പോൾ ഇവൻ്റെ കുണ്ടലിനി ഇവൻ ഉയർത്തി സുഷുമ്നിയിലൂടെ കയറ്റി വിട്ട് സഹസ്രാരത്തിലെത്തിച്ചിട്ട് അവിടെ നിന്നും ബ്രഹ്മയോനി ഭേദിച്ച് ആകാശത്തിലൂടെ കടത്തെ വിട്ട് സൂര്യമാർഗത്തിലൂടെ പോയി സൂര്യനിലേക്ക് കടന്ന് ചെന്ന് സൂര്യദ്വാരയാണ് അവിടെ നിന്ന് ആ വഴിയിലൂടെ അവിടെ വിശാലമായിട്ടൊരു രഥം കിടപ്പുണ്ട്. ആ രഥത്തിലൂടെ കയറിയിട്ട് നേരെ കടന്ന് ബ്രഹ്മലോകത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഇരുവശത്തും അവിടെ നിന്നുകൊണ്ട് ഈ വരുന്ന ആളിനെ അതാ വരുന്നു മഹായോഗി, പുഷ്പങ്ങളിട്ട് അർച്ചിക്കുവിൻ, ധൂപദീപാദികൾ കാണിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് നാദഘോഷങ്ങൾ മുഴക്കുവിൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ നിന്ന് പെരുമ്പറയടിച്ചുകൊണ്ട് അപ്പുറം ഇപ്പുറം നിന്ന് കഴിയുമ്പോൾ ആഹ്ലാദചിത്തനായിട്ട് സർവാഭരണഭൂഷിതനായിട്ട് സർവാലങ്കാരയുക്തനായിട്ട് ആ ബ്രഹ്മലോകത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ ബ്രഹ്മാവിനാൽ മാനിക്കപ്പെടുന്നു, വലിയൊരു സിംഹാസനത്തിൽ പിടിച്ചിരുത്തുന്നു. ആഹാ ആഹാ സഹം ബ്രഹ്മം എന്ന് ബ്രഹ്മ ഉപദേശം കിട്ടാതിരിക്കുകയോ ചെയ്യുന്നു. എന്നിട്ട് അവിടെ ബ്രഹ്മാവിനാൽ പോലും ആദരിക്കപ്പെട്ടവനെന്ന നിലയിൽ സന്തോഷമായിട്ട് കഴിയുന്നു. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് സ്വർഗത്തിലാണെങ്കിൽ സ്വർഗമെങ്കിൽ. അപ്പോൾ ഇതിങ്ങനെയുള്ള ഒരു ഗതിയാണ് ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ അതൊന്നും അല്ല അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത്. പിന്നെ അപ്പോൾ എന്താണ് ഈ പരമഹംസഗതി എന്നും അല്ലെങ്കിൽ ഈ ഗതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗതി അല്ലല്ലോ. ആ ഗതി എന്ന് പറയുന്നത് വീണ്ടും ഒരു കൽപ്പിത ഗതി മാത്രമാണ്. അപ്പം ഇവിടെ എന്താണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതി ഇതാണ്, ജീവോ ബ്രഹ്മൈവ നാപര എന്നതിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതായത് ഈ ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്, അല്ലാതെ മറ്റൊന്നല്ല എന്ന രീതിയിൽ ഇഹൈവ ഇവിടെ വെച്ച് തന്നെ അഹം ബ്രഹ്മാസ്മി എന്ന് അറിയിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഈ സാധന എന്ന് പറയുന്നത്. നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് സാധന, അതിലെത്തുമ്പോഴാണ് സാധന പൂർത്തിയാകുന്നതെന്നുള്ളത്. മറ്റ് സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഭഗവാന് മാത്രമേ അറിയത്തുള്ളൂ. ഇത് എങ്ങനെയാണ് ആൾക്കാർ ഇതിനകത്ത് പോയി ചാടി വീഴുന്നതെന്നാണ് മനസ്സിലാവാത്തത്. എന്നിട്ട് വന്നു തൊട്ട് തന്നെ ഇത് കുറച്ച് പ്രയോജനം കിട്ടും. ഈ തലത്തിൽ ഏതിൻ്റെ തലത്തിലും ശരീരത്തിൻ്റെ തലത്തിൽ കുറച്ച് പ്രയോജനം കിട്ടും, പ്രാണൻ്റെ തലത്തിൽ പ്രാണനെ നിയന്ത്രിക്കുന്നതിൻ്റെയൊക്കെ തലത്തിൽ പ്രയോജനം കിട്ടും. ഈ പ്രയോജനം കണ്ടിട്ട് ഉടനെ തന്നെ അതിലേക്ക് ചാടി വീഴുന്നു, മറ്റൊരു സംസാരഗതിയിലേക്ക് തന്നെ പോകുന്നു. മറ്റൊരു സംസാരഗതി എന്ന് പറയുന്നത് പുണ്യപ്രാപ്തി എന്ന് പറയുന്ന വലിയൊരു കർമ്മം ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ഫലം നേടുന്നു, എന്നിട്ട് അതിനെ പുണ്യപ്രാപ്തിയിലൂടെ ഭോഗങ്ങൾ അനുഭവിക്കുന്ന തലത്തിലേക്ക് വീണ്ടും പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് വിചാരത്തിന് സുതാര്യത ആവശ്യമുണ്ട്, വ്യക്തത വരുത്തണം എന്നുള്ള കാര്യത്തിൽ. ഏതിനാണ് നമുക്ക് വേണ്ടുന്നത്? ഈ നമ്മുടെ നിന്നൊന്ന് വിട്ടുപോയി, ആ വിട്ടുപോയതിനെ തന്നെ വീണ്ടും തിരിച്ചു പിടിക്കലാണോ? വിട്ടുപോയതിനേക്കാൾ ഉത്കൃഷ്ടമായ വിട്ടുപോയത് പോലെയുള്ള മറ്റൊന്നിനെ കയറി പിടിക്കലാണോ? എന്താണ് ലക്ഷ്യം എന്നുള്ളത്? അതും അങ്ങനത്തെ തുടർച്ചയായിട്ട് അത് തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വ്യവഹാര ബുദ്ധിയിലാണ് ആളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ആധ്യാത്മികത എന്നുള്ളത് ഒരു പറച്ചിൽ മാത്രമാണ്. വ്യവഹാരിയാണ്, മറ്റുള്ളവരടുത്ത് നമ്മൾ ആധ്യാത്മികത കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. വ്യവഹാരിയായി എന്നുള്ളൊരു കുറ്റമൊന്നുമല്ല. എല്ലാവരും വ്യവഹാരികളാണ്, നമ്മളും വ്യവഹാരിയാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ആധ്യാത്മികതയാണെന്നുണ്ടെങ്കിൽ മഹാപ്രസ്ഥാനം ആരംഭിച്ചവനാണ്. മഹാപ്രസ്ഥാനത്തിൽ ലക്ഷ്യം, യുധിഷ്ഠിരൻ്റെ ലക്ഷ്യം സ്വർഗമാണ്, പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷം ലക്ഷ്യവും, അല്ലെങ്കിൽ മോക്ഷം പ്രാപ്യം എന്ന നിലയിൽ മോക്ഷമാണല്ലോ പ്രാപിക്കേണ്ടത്.
അപ്പോൾ അതുകൊണ്ട് പ്രാപ്യം എന്നുള്ള നിലയിൽ മോക്ഷം ലക്ഷ്യം. പിന്നെ മോക്ഷപ്രാപ്തി വേണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മപ്രാപ്തി കൊണ്ട് മാത്രമേ മോക്ഷപ്രാപ്തിയുള്ളൂ. അതുകൊണ്ട് ബ്രഹ്മം ലക്ഷ്യം. ഈ ബ്രഹ്മപ്രാപ്തി സാധ്യമാവണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനപ്രാപ്തി കൊണ്ട് മാത്രമേ ബ്രഹ്മപ്രാപ്തി സാധ്യമാകുള്ളൂ. അപ്പോൾ ജ്ഞാനം ലക്ഷ്യം. ചുരുക്കത്തിൽ മോക്ഷം ലക്ഷ്യം എന്ന് പറയുന്നതും ബ്രഹ്മലക്ഷ്യം എന്ന് പറയുന്നതും ജ്ഞാനം, ബ്രഹ്മജ്ഞാനം ലക്ഷ്യം എന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. അതിനകത്ത് ഭേദങ്ങളൊന്നുമില്ല. ഭേദകൽപ്പനയൊന്നും അവിടെയും കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു വ്യക്തത അതായത് ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഒരു വ്യക്തത മാത്രമാണ്. ആ വ്യക്തത വന്നു കഴിഞ്ഞാൽ സാധകനായി എന്നുള്ളത്. ഇതാണ് ഈ സാധകൻ. ഏതെല്ലാം മുക്തിക്ക് വേണ്ടിയിട്ടുള്ള സാധകനായി. സാധകൻ പലതിനും ആവാം, പക്ഷേ മുക്തിക്ക് വേണ്ടിയിട്ടുള്ള സാധകനാവണമെന്നുണ്ടെങ്കിൽ ഈ ലക്ഷ്യം നമ്മൾ വ്യക്തമായിട്ടറിയണം. ലക്ഷ്യം വ്യക്തമായിട്ട് അറിഞ്ഞു എന്നതുകൊണ്ട് ലക്ഷ്യത്തിലൂടെ സഞ്ചരിക്കണമെന്നില്ല, വ്യവഹാരത്തിലൂടെ തന്നെ സഞ്ചരിക്കുക. പക്ഷേ എങ്കിൽ കൂടിയും നമ്മളതൊന്ന് വ്യക്തത വരുത്തി വെക്കണം. ഇത് ലക്ഷ്യം ഇതാണ്, പക്ഷേ ഞാനിപ്പം വ്യവഹാരമാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവഹാരത്തിൽ നിൽക്കുകയും വ്യവഹാരത്തിൽ തന്നെ ആശ്രയിക്കുകയും ഇതാണ് ശരിയായിട്ടുള്ള മോക്ഷപ്രാപ്തിക്ക് കാരണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു വഞ്ചനാ സ്വഭാവം ബുദ്ധിയിൽ വന്നു എന്നുള്ളത്. തദ്ഹായിതം തർഹി വ്യാകൃതമാസീത്. അപ്പം കാരണമായ സദ്വസ്തുവിനെ അല്ല. അപ്പം തദാസീത് എന്നുള്ളത് ആ പ്രയോഗം ഉണ്ടല്ലോ, തത്ത് സദാസീത് എന്നുള്ളത്. അപ്പം സദാസീത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്തായിരുന്നു എന്നുള്ളത്. തത്ത് ആസീത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജഗത്ത് കാരണമായ സദ്വസ്തുവിനെ അല്ല തത് ശബ്ദം അവിടെ കാണിക്കുന്നത്, കാര്യമായ ജഗത്തിനെയാണ്. അസത്ത് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അസദ്ദേവ ഇതമഗ്ര ആസീത് എന്ന് പറഞ്ഞാൽ തത് സദാസീത് എന്ന് നമ്മൾ വായിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ അത് ചേർത്തെടുക്കണം എന്നർത്ഥം. ഇത് അസത്തായിരുന്നു എന്ന് പറഞ്ഞാൽ തത് സദാസീത്. അതെന്ന് പറയുന്നത് ഈ ജഗത്ത് സത്ത് ആയിരുന്നു. സത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ജഗത്തിൻ്റെ സത്യത്വം ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, പകരം അത് ബ്രഹ്മമായിരുന്നു എന്നാണ് നമ്മൾ ഇതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തത് അസീത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നതല്ല ആ വാക്യാർത്ഥം. തത് എന്ന് പറഞ്ഞാൽ ജഗത്ത് എന്നർത്ഥം. ജഗത്ത് ബ്രഹ്മമായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ സദാസീത് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ എടുക്കണം എന്നുള്ള രീതിയിൽ. അതായത് ഇവിടെ ജഗത്ത് എന്ന് പറയുന്നത് ഈ ഘടം എന്ന് പറയുന്ന നാമരൂപം മൃത്ത് ആയിരുന്നു എന്ന് അത്രയേ ഉള്ളൂ. മൃത്ത് തന്നെയാണ് ഘടമായിട്ട് ഇവിടെ പ്രകടമായത്. ഇവിടെ മൃത്തിന് പരിണമിച്ച് ഘടമുണ്ടായോ, മൃത്ത് വിവർത്തമായി ഘടമുണ്ടായോ, ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ സാധാരണഗതി ഇപ്പം പറയുകയാണ് പരിണമിച്ച് ഘടമുണ്ടായി. മൃത്തിന് ഏത് തരത്തിലുള്ള പരിണാമമാണ് ഘടാകാരമായിട്ട് മാറാൻ മൃത്തിന് ഏത് തരത്തിലുള്ള പരിണാമമാണ് വേണ്ടി വന്നത്? മൃത്തിന് ഒരു പരിണാമവും വന്നിട്ടില്ല. മൃത്തിന് പരിണമിച്ചു എന്നുള്ളത് ദൃഷ്ടിയിൽ മാത്രമാണ് എന്ന്. അതായത് മൃത്തിന് സ്വസ്വരൂപത്തിൽ, മൃത്ത് അതിൻ്റേതായിട്ടുള്ള സ്വരൂപത്തിൽ, ഈ ഘടം കൊണ്ടുപോയിട്ട് തീയിൽ വെച്ച് പൊള്ളിക്കുന്ന കാര്യമല്ല പറഞ്ഞു. ജസ്റ്റ് ഘടം ആയിട്ട് മൃത്ത് മാറ്റി, ഇത്രയേ ഉള്ളൂ. ആ ഘട്ടം വരെ എടുത്താൽ മതി. അവിടെ മൃത്തിനെ സംബന്ധിച്ചിടത്തോളം മൃത്തിന് സ്വരൂപം മൃത്സ്വരൂപമാണ്. ആ സ്വരൂപത്തിന് ഒരു മാറ്റവും വന്നില്ല. അതിനി ഒരു കൂനയായിട്ടിരുന്നു കഴിഞ്ഞാലും ശരി, ഒരു ഗോളമായിട്ടിരുന്നാലും ശരി, അതിന് ഒരു ഷേപ്പായാലും ശരി. ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഗോളം ഒരു ഷേപ്പാണ്, ആ ഷേപ്പ് മാറി മറ്റൊരു ഷേപ്പായി. ഇങ്ങനെ ഷേപ്പായി കഴിഞ്ഞാൽ മൃത്തിന് അതിൻ്റെ സ്വസ്വരൂപത്തിന് യാതൊരുവിധ മാറ്റവും വന്നില്ല. അതിൻ്റെ സ്വസ്വരൂപം എന്ന് പറയുന്നത് രൂപത്തെ ആശ്രയിച്ചല്ല നിൽക്കുന്നത്. സദ്രൂപം എന്ന് പറയുന്നത് മൃത്ത് തന്നെയാണ്. ഇതാണ് അത്. ആ ഒരു വിവർത്തം വിശേഷേണ വർത്തത, ഇതാണ് വിവർത്തം എന്ന് പറയുന്നത്. അപ്പോൾ അപ്രകാരം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണുന്ന ജഗത്ത് ബ്രഹ്മം തന്നെയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത്. ബ്രഹ്മത്തെ അല്ലാതെ മറ്റൊന്നിനെയും ഞാൻ കാണുന്നില്ല, ബ്രഹ്മത്തെ അല്ലാതെ മറ്റൊന്നിനെയും ഞാൻ സ്പർശിക്കുന്നില്ല, ബ്രഹ്മത്തെ അല്ലാതെ മറ്റൊന്നിനെയും ഞാൻ കേൾക്കുന്നില്ല. സർവം
ബ്രഹ്മമയം എന്നത്. അപ്പോഴാണ് സർവം ബ്രഹ്മമയം എന്ന് പറയുന്നത്. ആ മയം അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ലവണമയം പോലുള്ള അല്ല. അവിടെ സർവം ബ്രഹ്മമോ എന്ന് പറയുന്നത് സർവം ബ്രഹ്മ ഏവ എന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറയാൻ സാധിക്കും. അല്ല സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ച് മൂക്കും പ്രാണരോധന ലീനമാനസം, പ്രാണനെയൊക്കെ സംവിപ്പിച്ച് കഴിഞ്ഞാൽ എത്തിച്ചേർന്നിട്ട് മാത്രം എത്തുന്ന ഒന്നാണ് ഈ ബ്രഹ്മജ്ഞാനം എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രവൃത്തിയെടുക്കും. പക്ഷേ പ്രവൃത്തിയുടെ ഫലം എന്താണെന്നുള്ളത് ആ സമയത്ത് ബ്രഹ്മജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ, വിവേകജ്ഞാനം കിട്ടി ബ്രഹ്മജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. പക്ഷേ ഇത് ചെയ്താലേ ബ്രഹ്മജ്ഞാനം കിട്ടൂ എന്നുള്ളത് എടുക്കരുത് എന്നർത്ഥം. അത്രേ പറയാനുള്ളൂ. അതായത് ഇത് ഇങ്ങനെ പോയെങ്കിൽ മാത്രമാണ് ഉത്കൃഷ്ടൻ എന്നുള്ള രീതിയിൽ എടുക്കരുത്. അങ്ങനെ പോവാതെ ഇപ്പം വ്യാധൻ്റെ കഥയുണ്ടല്ലോ, മഹാഭാരതത്തിലെ വ്യാധൻ്റെ കഥ. ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ടാണ് വ്യാധനെ കാണിച്ചത്. എന്നിട്ട് പറയുന്നത് വ്യാധൻ ബ്രഹ്മജ്ഞാനിയാണെന്ന് പറയും. അത്രയേ ഉള്ളൂ ഈ തരത്തിലുള്ളത്. അതുകൊണ്ട് ബ്രാഹ്മണകർമ്മം ചെയ്യുന്നു, അതിനാൽ ഇവൻ ബ്രാഹ്മണനാണ്, അതായത് ബ്രഹ്മജ്ഞാനി എന്നുള്ള അർത്ഥത്തിൽ ബ്രഹ്മജ്ഞാനിയാണ് എന്നതും, വ്യാധകർമ്മം ചെയ്തു അതുകൊണ്ട് ഇവന് അബ്രഹ്മജ്ഞാനിയാണ് എന്നും, അയോഗ്യനാണ്, നികൃഷ്ടനാണ്, നിന്ദ്യനാണ്, ഈ തരത്തിലൊന്നും നമ്മൾ എടുക്കരുതെന്ന്. അതുകൊണ്ടാണ് ചണ്ടാലോസ്തു ദ്വിജോസ്തു ഗുരുരിത്യേഷ മനീഷ മമ എന്ന് ശങ്കരാചാര്യർ മനീഷാ പഞ്ചകത്തിലും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സംസ്കാരത്തിലെ മഹദ്ഗ്രന്ഥങ്ങളും വ്യക്തികളും പറഞ്ഞു വെച്ചത്. പിന്നെ അതെങ്ങനെയാണ് മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടും പറയപ്പെട്ടും പോയതെന്നുള്ളത് അത് കാലത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം സയേഷ ഇഹ പ്രവിഷ്ട ആനഖാഗ്രേഭ്യ എന്ന്. അപ്പം സൃഷ്ടിക്കപ്പെട്ട ജഗത്ത് എന്നുള്ള പ്രയോഗം ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വ്യാകൃതത്തിൽ നിന്നും അവ്യാകൃതത്തിലേക്ക് വന്നു. വ്യാകൃതം എന്ന് പറയുന്നത് സൂക്ഷ്മത്തിന്, വ്യാകൃതം എന്ന് പറയുന്നു സ്ഥൂലം. ഇത്തരത്തിൽ നമ്മൾ എടുത്താൽ മതി, കൂടുതൽ നമ്മൾ അതിൻ്റെ അർത്ഥത്തിലേക്കൊന്നും പോകണ്ട. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കിക്കേ, ബ്രഹ്മമുണ്ട്, പിന്നെ അവ്യാകൃതമുണ്ട്, പിന്നെ വ്യാകൃതമുണ്ട്. ഈ മൂന്നെണ്ണം എടുക്കുക. ഇപ്പം ഇതായത് വ്യാകൃതം ജഗത്ത്, ഇതിന് മുമ്പുണ്ടായിരുന്നത് അവ്യാകൃതം ജഗത്ത്. കുഴപ്പമില്ല, കാരണം ഇത് മുഴുവനും കൂടെ വരുന്നതിന് മുമ്പ് ഈ പ്രകാരം ഒരു നാമരൂപമില്ലായിരുന്നു. അതിനെയാണ് അവ്യാകൃതം എന്ന് പറയുന്നത്. അപ്പം വ്യാകൃതം ജഗത്ത്, അതിനു മുമ്പ് ഇതിൻ്റെ ഇല്ലായ്മ. പക്ഷേ ആത്യന്തികമായ ഇല്ലായ്മയല്ല. ഈ ആത്യന്തികമായ ഇല്ലായ്മ നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഇത് വന്നെന്നുണ്ടെങ്കിൽ ഒരു സദ്ഭാവവും ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വരാൻ ഹേതുവായത് അത് എന്തായിരുന്നു എന്നുള്ളത്, അതായത് സദ്ഭാവം, അവ്യാകൃതത്തിന് സദ്ഭാവം, അവ്യാകൃതത്തിൻ്റെ സദ്ഭാവം വ്യാകൃതത്തിലേക്ക് മാറി എന്നത് ശരിയല്ല. വ്യാകൃതം അവ്യാകൃതത്തിലേക്ക് മാറി എന്നത് ഓക്കെ, അവ്യാകൃതത്തിൽ നിന്നും വ്യാകൃതം വന്നു എന്നുള്ളത് ഓക്കെയാണ്. പക്ഷേ അവ്യാകൃതത്തിൻ്റെ സദ്ഭാവമാണ് വ്യാകൃതത്തിന് കിട്ടിയത് എന്നുള്ളത് ശരിയല്ല എന്ന് പറഞ്ഞാൽ, വ്യാകൃതം എന്ന് പറഞ്ഞാൽ വ്യാകൃതം ജഗത്ത്, വ്യാകൃതം ജഗത്തിൻ്റെ വിവർത്ത കാരണം ബ്രഹ്മമാണ്. വ്യാകൃതം ജഗത്ത് എന്തിൽ നിന്ന് പരിണമിച്ചിട്ടാണ് ഈ ജഗത്തായത്? വ്യാകൃതം ജഗത്തിൻ്റെ പരിണമിച്ചതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് അവ്യാകൃതമായതുകൊണ്ട് നമുക്ക് അവ്യാകൃതം പരിണാമി കാരണം എന്ന് പറയും. ഇനി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം, അവ്യാകൃതത്തിൻ്റെ കാരണം എന്താണ്? അവ്യാകൃതത്തിൻ്റെ വിവർത്ത കാരണം ബ്രഹ്മമാണ്. അവ്യാകൃത ഒന്നിൽ നിന്നും പരിണമിച്ചതല്ല എന്ന്. അതുകൊണ്ട് അവ്യാകൃതത്തിന് പരിണാമി കാരണം ഇല്ല. അപ്പം വിവർത്ത കാരണം മാത്രമാണ് ബ്രഹ്മം. പരിണാമി കാരണം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ അവിടെ ബ്രഹ്മം പരിണമിച്ച് അവ്യാകൃതമായി എന്ന് പറയേണ്ടി. ബ്രഹ്മം പരിണമിച്ച് അവ്യാകൃതമായി എന്ന് പറഞ്ഞാൽ പരിണാമത്തിന് വിധേയമാകുന്ന ഒന്നാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അങ്ങനെ പരിണാമത്തിന് വിധേയമായി കഴിഞ്ഞാൽ സത്ത്, ചിത്ത്, ആനന്ദത്തിന് പരിണാമം ഉണ്ടായി എന്ന് പറയേണ്ടി വരും. സത്തിന് പരിണാമം ഉണ്ടായാൽ അസത്താകും, ചിത്തിന് പരിണാമം ഉണ്ടായാൽ അചിത്താകും, ആനന്ദത്തിന് പരിണാമം ഉണ്ടായാൽ അനാനന്ദം എന്നുള്ളതിലേക്ക് വരും. അപ്പം സത്ത്,
ചിത്ത് എന്ന് പറയുന്നത് എടുക്കാം. സച്ചിത്ത് പരിണമിച്ചു കഴിഞ്ഞാൽ എന്തായി? സച്ചിത്ത് പരിണമിച്ചു കഴിഞ്ഞാൽ ചിത്ത് എന്ന് പറയുന്നത് ജ്ഞാനമാണ്, അജ്ഞാനമായി. സത്ത് പരിണമിച്ചു കഴിഞ്ഞാൽ അസത്തായി. അസത്തും അജ്ഞാനവും ആണ് എന്താണ്? അത് പരിണമിച്ചാണ് അവ്യാകൃതമുണ്ടായതെന്നും അത് പരിണമിച്ചാണ് വ്യാകൃതമുണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗത്തിൻ്റെ മൂലമായിട്ട് കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് അസത്തും അജ്ഞാനവുമാണെന്ന് പറയേണ്ടി വരും. അജ്ഞാനം എന്ന് പറഞ്ഞാൽ അചേതന. അപ്പോൾ അചേതനത്വം കൊണ്ട് അസ്തിത്വമില്ലായ്മയുമുണ്ട്. അങ്ങനെ അസ്തിത്വമില്ലായ്മയും അചേതനത്വവുമാണ് മൂലമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് പരിണമിച്ചാൽ, ഭ്രമം പരിണമിച്ചാൽ, പരിണമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല, അത് വേറെന്താ പരിണാമം എന്ന് പറയുന്നത്. അങ്ങനെ പരിണമിച്ച് കഴിഞ്ഞാൽ അത് സ്വരൂപത്തിന് മാറ്റം വരണമെങ്കിൽ മാത്രമേ പരിണാമം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സ്വരൂപം നിലനിർത്തിക്കൊണ്ട് മറ്റൊന്നായി കഴിഞ്ഞാൽ അതിനെ പരിണമിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമ്മളതിനെ വിവർത്തം എന്ന് പറയുന്നത്. അതായത് ജലത്തിൽ നിന്നും പൃഥ്വി ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിൻ്റെ എല്ലാ ഗുണങ്ങളും പൃഥ്വി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ പൃഥ്വി എന്ന് പറയാൻ പറ്റത്തില്ല, ജലമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി, അഗ്നേരാപഹ, അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജലം അഗ്നിയുടെ എല്ലാ ഗുണങ്ങളെയും നിലനിർത്തുന്നതുകൊണ്ട് അഗ്നിക്കൊരു മാറ്റവും വരാതെ ജലമായിട്ട് പരിണമിച്ചു എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളം നമ്മൾ തീയാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് പിന്നെ നമുക്ക് അരി വേവിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം എടുത്തിട്ട് അത് തീയാണല്ലോ, അതിനകത്തോട്ട് അരിയിട്ട് കഴിഞ്ഞാൽ ഇതെന്ത് അല്ലല്ലോ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പരിണാമം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സത്ത് പരിണമിച്ച് കഴിഞ്ഞാൽ ഇത് വലിയ സത്താകുമോ ചെറിയ സത്താകുമോ? സത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനകത്തൊരു അനിർവചനീയത്വമുണ്ട്. അപ്പോൾ ആ സത്ത് പരിണമിക്കാൻ അതിന് സാധ്യമായത് ഒന്നിലേക്ക് മാത്രമേ ഉള്ളൂ, അസത്തിലേക്ക്. അപ്പോൾ അസത്ത് അതുപോലെ അചേതനത്വമാണ് നമ്മൾ ഈ സൃഷ്ടമാക്കപ്പെട്ട ജഗത്തിലുള്ളത് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഈ പരിണാമത്തെ അംഗീകരിച്ചാൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജഗത്തുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല, സതേവ സത്ത് എന്ന് പറയാൻ പറ്റത്തില്ല, അസന്നേവ സഭവതി എന്ന് പറയേണ്ടി വരും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ജഗത്തില്ലാത്തവനെന്ന് പറയും. ജഗത്തെ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, കാരണം സത്ത് എന്ന് പറയുന്നത് ഉണ്മയാണ്, അസത്ത് എന്ന് പറഞ്ഞില്ലായ്മയാണ്. പിന്നെ ബ്രഹ്മമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് സംഭവിക്കുന്നത്. അതായത് അസത്താണ് ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അസത്താകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരർത്ഥത്തിലും കൂടെ പറയാം, അവൻ പിന്നെ അഹമസ്മി എന്ന് പറയാൻ സാധ്യമാകത്തില്ല. കാരണം അഹമസ്മി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ജ്ഞാനം വേണം. ചിത്ത് എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിൻ്റെ അഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ അഹം മാം ന ജാനാമി എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയണമെന്നുള്ള ജ്ഞാനം സാധ്യമല്ല. അങ്ങനെ പറയണമെങ്കിൽ ജ്ഞാനം വേണമല്ലോ. അഹം മാം ജാനാമി എന്ന് പറയണമെങ്കിൽ അവിടെയും അജ്ഞാതവാൻ അഹം എന്ന രീതിയിലൊക്കെ പറയണമെങ്കിൽ കൂടിയും അവിടെയും ജ്ഞാനം വേണം. ആ ജ്ഞാനത്തിന് പോലും സാധ്യമല്ല. കാരണം അവിടെ സത്ത് അല്ല, ചിത്തും അല്ല, എല്ലാം പരിണമിച്ചു പോയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം എന്ന്. അപ്പം സൂക്ഷിക്കേണ്ടത് എന്താണ്? ഒരു പരിണാമവും സംഭവിച്ചിട്ടില്ല. അപ്പം പരിണമിക്കപ്പെട്ട് ഉണ്ടായ ഒന്നല്ല ജഗത്ത്. എങ്കിൽ കൂടിയും വ്യവഹാരത്തിൽ നമ്മൾ പരിണമിക്കപ്പെട്ടു എന്ന് പറയുന്നു. എങ്ങനെ പരിണമിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും അർത്ഥം എടുക്കേണ്ടതുള്ളൂ. ഇപ്പം മണ്ണ് കുഴച്ചു നമ്മൾ ഇതാണല്ലോ കടമുണ്ടാക്കണമെങ്കിൽ മണ്ണ് കുഴക്കലുണ്ടല്ലോ. ആ മണ്ണ് കുഴച്ചിട്ട് അതിനെ ഒരു ദണ്ഡാകാരത്തിലാക്കി. ഇങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അതിനെ ഒന്ന് ഉരുട്ടി നീട്ടി വലിച്ചിട്ട് ദണ്ട് പോലെയാക്കി. അപ്പം ദണ്ട് പോലെ ആക്കിയിട്ട് ആ ദണ്ടെടുത്തിട്ട് അതെടുത്തിട്ട് ഈ ചക്രത്തിലേക്ക് വെച്ചിട്ട് ചക്രം കറക്കി, എന്നിട്ട് കയ്യിലിരിക്കുന്ന ദണ്ട് കൊണ്ട് അടിച്ചടിച്ച് കറക്കി അടിക്കലും കൂടെ വന്ന് ഷേപ്പ് വരുത്തി രൂപമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ തൊട്ട് ഈ ഘടം എന്ന് പറയുന്ന ഈ ആകാരം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ മൃത്ത് ഒരു ദണ്ട് പോലെ ഇരുന്നു, അതിനകത്തുനിന്ന് പരിണമിച്ചിങ്ങനെ വന്നു. ആ പരിണാമം അത്രേ എടുക്കേണ്ടതുള്ളൂ. അതായത് ഒരാകാരം പരിണമിച്ച് മറ്റൊരാകാരമായി. ഇവിടെ
വ്യാകൃതം എന്ന് പറയുന്നത് ആകാരമൊന്നും ഇല്ലാത്തതാണെങ്കിലും അത് പരിണമിച്ച് വ്യാകൃതം ജഗത്തുണ്ടായി എന്ന് പറയേണ്ടത് ഈ അർത്ഥത്തിലേ എടുക്കേണ്ടതുള്ളൂ, അല്ലാതെ വേറെ അർത്ഥത്തിലൊന്നും എടുക്കേണ്ട കാര്യമില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഇങ്ങനെ പരിണമിച്ചു ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ജഗത്തിൻ്റെ അസ്തിത്വം, നമ്മൾ ഈ ജഗത്ത് എന്ന് പറഞ്ഞാൽ ജഗത്തിൻ്റെ അസ്തിത്വം ദൃഷ്ടാവിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ദൃഷ്ടാവില്ലെങ്കിൽ പിന്നെ ജഗത്തില്ല, അത് കാര്യം വിട്ടുപോകരുത്. ദൃഷ്ടാവില്ലെങ്കിൽ പിന്നെ എന്ത് ജഗത്ത്, ആർക്ക് ജഗത്തെന്നുള്ള. അവൻ ദൃഷ്ടാവില്ല എങ്കിൽ ജഗത്തില്ല. അതുകൊണ്ട് ഇവിടെ ദൃഷ്ടാവായി പശ്യൻ ചക്ഷു സയേഷൈഹ പ്രവിഷ്ട നഖാഗ്രേഭ്യ സയേവ. അപ്പോൾ ഏതൊന്നിനാണ് നമ്മൾ സദ്ബ്രഹ്മ, ജ്ഞാനം ബ്രഹ്മ എന്ന് കണ്ടത്? അവൻ തന്നെ സയേവ സയേഷ ഇഹ ഇവിടെ പ്രവിഷ്ട, അവൻ പ്രവേശിച്ചിട്ട് നഖാഗ്രേഭ്യ നാഖത്തിൻ്റെ അഗ്രം വരെ അവൻ തന്നെ പ്രവേശിച്ചു. ആരാ പ്രവേശിച്ചു എന്ന് പറഞ്ഞു? ചിത്ത് പ്രവേശിച്ചു എന്ന്. വേറെ മറ്റൊരുവനല്ലല്ലോ ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് ഈ നഖാഗ്രേഭ്യ എന്ന് പറഞ്ഞാൽ നഖത്തിൻ്റെ അഗ്രം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേതനയുള്ളിടത്തുള്ള ഉള്ളത്. അപ്പം നമ്മുടെ കൈയുടെ അറ്റം എവിടെയെങ്കിലും ഒന്ന് സ്പർശിച്ച് കഴിഞ്ഞാൽ അവിടെ അവിടെ ഒരു അറിവുണ്ടായി, സ്പർശിക്കൂ എന്നുള്ള അറിവുണ്ടായി. ആ അറിവെന്ന് പറയുന്നത് അവിടെ ചേതനയുള്ളത് കൊണ്ടാണുള്ളത്. അപ്പോൾ ആ ചേതനയുടെ വ്യാപ്തിയാണ് കാണിക്കുന്നത്. അപ്രകാരം ഇവൻ തന്നെയാണുള്ളത്. അതാരാണെന്ന്, അത് വ്യാകൃതവും അവ്യാകൃതവുമായിട്ട് കാണപ്പെട്ടത് ഉള്ളതല്ല. ഇവൻ സത്ത് എന്ന് പറയുന്ന ജ്ഞാനം എന്ന് പറയുന്ന ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ഈ ബ്രഹ്മത്തിന് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രകടനമുണ്ട്. ബ്രഹ്മത്തിൻ്റെ ഒന്നാമത്തെ പ്രകടനം എന്ന് പറയുന്നത് നാമരൂപങ്ങളായിട്ട് ഉള്ളതും, രണ്ടാമത്തെ എന്ന് പറയുന്നത് അതിലേക്ക് പ്രവേശിച്ചവനായിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നാമരൂപങ്ങൾക്ക് കാരണം പ്രകൃതിയും ഇതിൽ പ്രവേശിച്ചവൻ ബ്രഹ്മമാണ് എന്ന രീതിയിൽ ദ്വൈതബുദ്ധി വെക്കണ്ട എന്ന്. പശ്യൻ ചക്ഷു ശൃണ്വൻ ശ്രോത്രം മന്വാനോ മനഃ എന്ന്. അപ്പോൾ ഇങ്ങനെ പ്രവേശിച്ചിട്ട് ഇവൻ എന്താണ് സംഭവിച്ചത്? ഈ ശരീരത്തിൽ പ്രവേശിച്ചവൻ പശ്യൻ ചക്ഷുഹു, കാണുമ്പോൾ അവൻ കണ്ണാകുന്നു എന്ന്. ഇതാണ്. അപ്പം നമ്മൾ ജീവാത്മാവിനെ തേടിയും ബ്രഹ്മത്തെ തേടിയും എങ്ങും പോവണ്ട. അല്ലെ, ഇപ്പോൾ ഇവിടെ ഈ വാക്യത്തിനകത്തുള്ളതാണ് എത്ര സ്പഷ്ടമായിട്ട് പ്രകടമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പശ്യൻ ചക്ഷുഹു, കാണുമ്പോൾ അവൻ കണ്ണാകുന്നു. പ്രവേശിച്ചവൻ. ആരാ പ്രവേശിച്ചവൻ? സയേഷ ഇഹ പ്രവിഷ്ട നഖാഗ്രേഭ്യ. എന്നിട്ടോ പശ്യൻ ചക്ഷു, കാണുമ്പോൾ അവൻ കണ്ണാകുന്നു. എൻ്റെ കണ്ണിലോട്ട് നോക്കിക്കോ, കണ്ടാൽ കാണുന്നത് സാക്ഷാൽ ബ്രഹ്മത്തെയാണ്. ആര്? കാണുന്നവൻ. അതായത് ഈ കണ്ണ് സാക്ഷാൽ ബ്രഹ്മമാണ്. നമ്മൾ കാണുന്ന കണ്ണ് അല്ല കണ്ണ്, അതും കൂടെ ഉണ്ട്. നമ്മൾ എന്തുപയോഗിച്ചിട്ടാണോ നമ്മളൊന്നിനെ കാണുന്നത് അതാണ് കണ്ണ്. മറ്റൊരുവൻ്റെ മുഖത്ത് നമ്മൾ കാണുന്നത് അവൻ്റെ കണ്ണാണ്. പക്ഷേ ആ കണ്ണ് എന്ന് പറയുന്ന ഒരു ബാഹ്യരൂപം മാത്രമാണ്, അത് ഗോളകമാണ്. അപ്പോൾ ആ ഗോളകത്തിനുള്ളിൽ ഇന്ദ്രിയമായിട്ട് ാണ് പശ്യൻ ചക്ഷുഹു ശൃണ്വൻ ശ്രോത്രം. പിന്നെ എവിടെയോ കണ്ണിന് മാത്രമാണോ? അല്ല, ശൃണ്വൻ, അവൻ കേൾക്കുമ്പോൾ ശ്രോത്രമായിട്ടുള്ളത് അവനാണ് എന്നർത്ഥം. ആര്? ബ്രഹ്മമാണ് എന്നുള്ളത്. അപ്പോൾ ആരാണ്? അപ്പോൾ നമ്മളിങ്ങനെയൊന്നും അല്ലല്ലോ പഠിച്ചത്. നമ്മളിങ്ങനെ പഠിച്ചത് ശ്രവിക്കുക എന്ന് പറയുന്ന വിഷയവും അത് ഇന്ദ്രിയ വിഷയവും അത് ഇന്ദ്രിയങ്ങളും ഒക്കെ ആയിട്ടാണല്ലോ. പക്ഷേ ഇതാണ് സർവത്ര ബ്രഹ്മ ദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബ്രഹ്മ. ഇതുതന്നെയാണ് കേൾക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശ്രോത എന്ന് പറയുന്നത്. ശ്രോത ആരാണ്? അത് ബ്രഹ്മം തന്നെയാണ്. ശൃണ്വൻ ശ്രോത്രം. അപ്പോൾ ശ്രോത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രോത്രം ആണ് ഇവിടെ ഇപ്പം പറഞ്ഞിരിക്കുന്നത്. ആ ശ്രോത്രം തന്നെ ബ്രഹ്മമാണ് എന്നുള്ളത്. അതാണ്. അപ്പം വേറെ എവിടെയാണ് നോക്കേണ്ടത്? ഒരുവനെടുത്ത് വിളിക്കുക, ഗോവിന്ദ വിളിക്കുക. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആര് കേട്ടു? ശ്രോത്രം കേട്ടു. ആ ശ്രോത്രം ആരാണ്? ബ്രഹ്മമാണ്. മന്വാനോ മനഃ, മന്വാനഹ ചിന്തിക്കുന്നവൻ, മന്വാനഹ ചിന്തിക്കുന്നവൻ.
വിചാരിക്കുമ്പോൾ മന്വാനഹ, അവൻ വിചാരിച്ചു കഴിയുമ്പോൾ ആ വിചാരിക്കുമ്പോൾ അത് മനസ്സാകുന്നു എന്ന്. ആരാ വിചാരിക്കുന്നത്? ബ്രഹ്മമല്ലാതെ മറ്റാരാണ്? അപ്പോൾ വിചാരിക്കുമ്പോൾ ഈ ബ്രഹ്മം ആ നഖാഗ്രേഭ്യ പ്രവിഷ്ടൻ, കാണുമ്പോൾ അവൻ കണ്ണാകുന്നു, കേൾക്കുമ്പോൾ അവൻ ശ്രോത്രമാകുന്നു, വിചാരിക്കുമ്പോൾ അവൻ മനസ്സാകുന്നു. ഇനിയും ബ്രഹ്മത്തെ തേടി ഇനി എങ്ങോട്ട് പോകണം? അയ്യോ ബ്രഹ്മത്തെ കാണണം എന്ന് പറയേണ്ട അലയേണ്ടതില്ല എന്ന്. അപ്രകാരം നമ്മൾ അനേന ജീവേന ആത്മന അനുപ്രവിശ്യ നാമരൂപേ വ്യാകരവാണി. ഇപ്രകാരം ഈ അനേന ജീവേന അനുപ്രവിശ്യ, ഈ ജീവനായിട്ട് പ്രവേശിച്ചിട്ട് നാമരൂപേ വ്യാകരവാണി, ഈ നാമരൂപ കൽപ്പന ചെയ്തു എന്നർത്ഥം. ഏത് നാമരൂപ കൽപ്പന? സകല നാമരൂപകൽപ്പനയും ഇപ്രകാരം ഉണ്ടായത് എന്ന് പറയുന്നത് സുഷുപ്തിയിലെന്താ? സുഷുപ്തിയിലെന്ന് പറയുന്നത് ലയതി സർവം അസ്മിൻ എന്ന്. അവയെല്ലാം ഇവനിൽ ലയിക്കുന്നു. എന്നിട്ട് അവൻ ഉണർന്നു വരുമ്പോൾ ഇത് മുഴുവനും അവൻ വ്യാകരവാണി, അവനങ്ങോട്ട് സൃഷ്ടിച്ചെടുക്കുന്നു. ഇപ്രകാരമുള്ള ഇതിനാണ് മഹാമായ എന്ന് പറയുന്നത്. ഇതാണ് മായ എന്ന്. അത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞില്ല, അതാണ് മായ എന്ന് പറയുന്നത്. അല്ലാതെ ഇതിനകത്ത് മായ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു വലിയ സാധനം അവിടെ ഇങ്ങനെ രക്ഷയും ശിക്ഷയും ഒക്കെ കൊടുക്കാൻ തക്ക സാമർത്ഥ്യത്തോട് കൂടിയിട്ട് ഞാൻ പൂജിച്ചോ എന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതൊന്നും അല്ല ഇവിടെ പറയുന്ന വിഷയങ്ങളാണുള്ളത്. ഇവിടെ എന്താ, ഇത് വ്യക്തമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ അറിവാണ് തൃപ്തി, അറിവാണ് മോക്ഷം. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.